സച്ചിനും ധോണിക്കും യഷിനും എല്ലാം ഏറെ പ്രിയപ്പെട്ട ബാൻഡ്രയിലെ ലക്കി റെസ്റ്റോറന്റ്. പക്ഷേ അതൊരു ഖബറിടായിരുന്നെന്നാണ് കേട്ടുകേൾവി. പോയി നോക്കാം. കൂടാതെ ഷാറൂഖ് ഖാന്റെ മന്നത്തും നല്ല സ്ട്രീറ്റ് ഫുഡ് മണക്കുന്ന ബാൻഡ് സ്റ്റാൻഡിലെ കടൽക്കാറ്റും ടൂറിസ്റ്റുകൾ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ജേഹോഷ് ബേക്കറിയിലെ ചിക്കൻ ബർഗറും ഹിൽ റോഡിലെ ഷോപ്പിംഗ് മാർക്കറ്റും ലോകത്തിലെ ഏറ്റവും വലിയ സ്ലമ്മായ ധാരാവിയുടെ യഥാർത്ഥ മുഖവും അങ്ങനെ നീളുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. There is like a Mahim and here is the Dharavi. So Mahim is like a posh area over there and here is the slum area. ധാരാവി എന്ന് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? ഒറ്റ രാത്രി കൊണ്ട് ധാരാവി ഒഴിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു ഹീറോയിക് ആക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ ധാരാവി ഒരു ഒന്നൊന്നര ഐറ്റം ആണെന്ന്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ലം അഥവാ ചേരിയായ പ്രദേശം ദൂരെ നിന്ന് നോക്കുമ്പോൾ കുടിലുകളുടെ ഒരു കൂട്ടമാണെന്നേ തോന്നുള്ളൂ. പക്ഷെ അകത്ത് കയറിയാലേ മനസ്സിലാവൂ എന്തുകൊണ്ടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചെറിയ വ്യവസായ കേന്ദ്രമെന്ന് ധാരാവിയെ വിശേഷിപ്പിക്കുന്നതെന്ന്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, ചെരുപ്പ് നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, വർക്ക്ഷോപ്പുകൾ എന്ന് വേണ്ട ഒരുവിധം എല്ലാ ബിസിനസ്സുകളും ഇവിടെ നടക്കുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് ഇവിടെയാണ് തരംതിരിക്കുന്നത്. ഓരോ പ്രോസസ്സിനും ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകണ്ട, തൊട്ടടുത്തടുത്ത് തന്നെയായിട്ടുള്ള മുറികളിൽ തന്നെ. ഒരിടത്ത് ശേഖരണം, അടുത്തടുത്ത് തരംതിരിക്കല്, മറ്റൊരിടത്ത് ഷ്രെഡിങ്, അങ്ങനെ പോകുന്നു. ധാരാവിയില് ദിവസേന ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ മൂല്യം ഏകദേശം 8,000 കോടിയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നടക്കുന്ന ആയിരക്കണക്കിന് ചെറുകിട ബിസിനസ്സുകൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഉള്ളത്, അതായത് ഷ്രെഡിങ് മെഷീനിൽ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഇതുപോലെ ഉണ്ടാവും. ഇതിൽ ഓരോ ടൈപ്പ് അതിനെ തരം തിരിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് ഇവരിതുപോലെ ചാർക്കോളാക്കിയിട്ടാണ് പുറത്തുള്ള ആൾക്കാർ കൊടുക്കുക. അവരെന്നിട്ട് അത് ഉരുക്കി പുതുതായിട്ട് റീസൈക്കിൾ ചെയ്യും. പക്ഷേ സേഫ്റ്റി പർപ്പസ് കാരണം മെഡിസിൻ അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം കുപ്പികൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. കണ്ടോ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അങ്ങാമാല, നെറ്റിച്ചുട്ടി, അതിൻ്റെ പോലെ കാശിമാല, നാഗമാല, നെറ്റിച്ചുട്ടി, ചിലങ്ക എന്ന് പറയാൻ കാണിക്കുന്നത്. രണ്ടുപേർക്ക് ഒരുമിച്ച് നടന്നു പോകാൻ പോലും ഇടമില്ലാത്തടത്ത് ഇവര് നടത്തുന്ന ബിസിനസ്സുകൾ കണ്ട ആരായാലും അത്ഭുതപ്പെട്ടു പോകും. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു വിഭാഗക്കാരാണ് ടൈലറിംഗ്, എംബ്രോയിഡറി, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് എന്നിവ ചെയ്തു കൊടുക്കുന്നവർ. സ്കിൽ ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത്രക്കാർക്ക് ഇവിടെ ഡിമാൻഡും കൂടുതലാണ്. എക്സ്പോർട്ട് മാർക്കറ്റിലും ധാരാവിയിലെ ഡ്രസ്സുകൾക്ക് നല്ല ഡിമാൻഡാണ്. പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് സെക്ഷനിലെ ആളുകളുടെ കാര്യമാണ് കഷ്ടം. ചുറ്റും പ്ലാസ്റ്റിക്കിന്റെ ഭയങ്കര പൊടിയാണ്. റീസൈക്ലിംഗ് വഴി ലോ കോസ്റ്റ് ടൂൾസ് ഉണ്ടാക്കുന്ന മെറ്റൽ ആൻഡ് അലുമിനിയം വർക്ക്ഷോപ്സ് ആയിരുന്നു അടുത്ത സെക്ഷൻ. അതിനോട് ചേർന്ന് സോപ്പ് നിർമ്മാണ യൂണിറ്റ്. ഹോട്ടലുകളിലൊക്കെ ബാക്കി വരുന്ന വേസ്റ്റ് സോപ്പുകൾ കളക്ട് ചെയ്ത് അലക്കുന്ന സോപ്പുകൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ ഒന്നും അല്ല കേട്ടോ. നടക്കാൻ വഴിയില്ലെങ്കിലും ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ധാരാവിയിലെ ജീവിതം ഒരു ഡേ ടു ഡേ സ്ട്രഗിൾ ആണെങ്കിലും ആളുകൾ വളരെ ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. ചെറിയ സലൂണുകളിൽ ഇരുന്ന് ഗോസിപ്പ് പറയുന്നു. വീടുകളിൽ അടുക്കളയൊന്നും ഇല്ലെങ്കിലും ചെറിയ സ്പേസിൽ സ്റ്റൗവൊക്കെ വെച്ച് റൊട്ടിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ആരും വെറുതെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ജീവിതവും ജോലിയും ഒരുമിച്ച് അങ്ങനെ. പരാതികളില്ലെങ്കിലും ഇവരുടെ ജീവിതം ഒട്ടും സുഖകരമല്ല. ടിൻഷീറ്റിന്റെയോ ടാർപോളിന്റെയോ മേൽക്കൂര ആയതുകൊണ്ട് തന്നെ വേനലില് അതിശക്തമായിട്ടുള്ള ചൂടും മഴക്കാലത്ത് ചോർച്ചയാണ്. വെള്ളത്തിന് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് രാവിലെ മുതൽ ക്യൂവിൽ നിന്ന് വെള്ളം പിടിച്ചു വെക്കണം. ടോയ്ലറ്റുകൾ പബ്ലിക്കാണ്. മാത്രമല്ല ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഓരോ തവണയും പൈസയും കൊടുക്കണം. ധാരാവിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഒറ്റ ഒരു ഏരിയ ആയിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ബിസിനസ് നടക്കുന്നതും റെസിഡൻഷ്യൽ ആയിട്ടുള്ളതും രണ്ട് സ്ഥലമാണ്. ഇപ്പം നമ്മൾ കണ്ടത് കൊമേഴ്ഷ്യൽ ബിസിനസ് റിലേറ്റഡ് ഏരിയ ആണെങ്കിൽ ഇത് റിവറാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഏരിയയാണ് റെസിഡൻഷ്യൽ ഏരിയ. അതായത് ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന അവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ താമസിക്കുന്നില്ല എന്നല്ല, പക്ഷേ ബിസിനസ്സിനെ എല്ലാം വെച്ചിട്ട് ഇതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഇൻഡസ്ട്രിയൽ ഏരിയ കണ്ടിട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന റോഡിന് ഓപ്പോസിറ്റുള്ള ഏരിയയിൽ എത്തിയപ്പോൾ എൻ്റെ പ്രതീക്ഷകളാകെ തകർന്ന് തരിപ്പണ എന്ന് തന്നെ പറയാം. ജോലി ചെയ്യുന്നിടത്തുള്ള അത്ര പോലും സ്ഥലമില്ലാത്തടത്താണ് ഒരു കൂരയിൽ 4 മുതൽ 10 പേര് വരെ താമസിക്കുന്നത്.
അവിടെ 2 പേർക്ക് കഷ്ടി നടന്നു പോവാമെങ്കിൽ ഇവിടെ ഒരാൾക്ക് തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. അകത്തേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം നടന്നതും എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങിയാൽ മതിയെന്നായി. ആകെ ഒരു ശ്വാസം മുട്ടല്. മിക്ക വീടുകൾക്കും വാതിലില്ല, പകരം ഒരു കേട്ടനോ തുണിയോ കെട്ടി മറച്ചിരിക്കുകയാണ്. ഒരു വീടിന്റെ മുന്നിൽ നിന്നും കാലെടുത്ത് വെച്ചാൽ എത്തുന്നത് എതിരുള്ള വീട്ടിലാണ്. അത്ര അടുക്കടുക്കായിട്ടാണ് ഓരോ വീടുകളും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നടക്കുന്ന വഴി പോലും വെള്ളക്കെട്ടും മുകളിൽ നിന്ന് ചോർച്ചയും. വീടുകളിൽ അടുക്കളയോ ടോയ്ലറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഒരിടത്താണ്. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു വരാനുള്ള ഇട പോലും ഇല്ല. കുടിവെള്ള പൈപ്പും പബ്ലിക് ടോയ്ലറ്റിന്റെ വേസ്റ്റ് പോകുന്ന പൈപ്പും എല്ലാം ഒന്നുപോലെ. ഒരു 100,000 കേബിൾ കണക്ഷന്റെ വയറുകൾ തലയുടെ മേളിലൂടെ പോകുന്നുണ്ട്. ചില വീടുകൾ 2 നില കെട്ടിടങ്ങളാണ്. അവിടെയും കാണാം 6-7 കുടുംബാംഗങ്ങൾ. ഈ ഇടുങ്ങിയ ഇടത്തും പല മുറികളും ഭാഗികമായിട്ട് ചെറിയ ഫാക്ടറികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു സൗകര്യം ഇല്ലാതിരുന്നിട്ടും കൂടെ ഇത്തരം മുറികളുടെ മാസവാടക 5,000-നോട് അടുപ്പിച്ച് വരും. പക്ഷേ ഏറെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സ്കൂളുകളും ചില NGO-കൾ നടത്തുന്ന സ്കൂളുകളും ഉണ്ട്. തങ്ങൾക്ക് ലഭിക്കാതെ പോയ മെച്ചപ്പെട്ട ജീവിതം മക്കൾക്ക് ലഭിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പേരൻസ് കുട്ടികളെ സ്കൂളിൽ വിടുന്നുണ്ട്. പലരും രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് അച്ഛനമ്മമാരുടെ ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ സഹായിക്കും. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലെതർ മാനുഫാക്ചറിംഗ് ഹബ്ബുകളുള്ളത്. 2000-ലധികം ചെറിയ വർക്ക്ഷോപ്പുകളും 500-ഓളം രജിസ്റ്റേർഡ് ലെതർ യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള മൃഗങ്ങളുടെ തോലുകൾ വാങ്ങി അവിടെ തന്നെ ഉണക്കുന്നു. പിന്നീട് അതിനെ ആവശ്യമുള്ള രീതിയിൽ ടാൻ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. പിന്നീട് പ്രൊഡക്ട്സ് പോളിഷ് ചെയ്ത് ലോഗോ എംബോസ് ചെയ്തതിന് ശേഷം ഹോൾസെയിൽ മാർക്കറ്റിലേക്കും എക്സ്പോർട്ടിനായിട്ട് അയക്കും. ധാരാവി ലെതർ പ്രൊഡക്ട്സ് വലിയ ബ്രാൻഡുകളുടെ വില ഈടാക്കാത്ത അഫോർഡബിൾ ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ലെതർ ഇൻഡസ്ട്രി ഇന്ത്യയുടെ എക്സ്പോർട്ട് എക്കോണമിയുടെ സ്പൈനായിട്ടും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതോപാധിയായിട്ടുള്ള മേഖലയാണ്. പാവപ്പെട്ടവർക്ക് നഗരത്തിനുള്ളിൽ താമസിക്കാൻ കഴിയാതെ വന്നപ്പോൾ ചതുപ്പ് നിലങ്ങളിലെ കുടിലുകൾ പണിഞ്ഞ് താമസിച്ചു തുടങ്ങി. അങ്ങനെയാണ് ധാരാവിയുടെ തുടക്കം. ഇവിടുത്തെ ഫുഡ് മുതൽ ലെതർ വരെയുള്ള എല്ലാ വ്യവസായങ്ങളിലും ഇടനിലക്കാരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ധാരാവിക്കാരുണ്ടാക്കുന്ന പലതിന്റെയും മൂല്യത്തിന്റെ വലിയൊരു പങ്ക് മറ്റൊരാൾ കൊണ്ടുപോവുകയാണ്. ഇത്തരം ഇടനിലക്കാരും കച്ചവടക്കാരും ലാഭം ഏറ്റെടുക്കുമ്പോൾ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ തുക മാത്രമേ കിട്ടാറുള്ളൂ. സ്ഥിര ജോലികളല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ പോലെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ല. ധാരാവിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ പഠിച്ചൊരു പാഠം ഇതാണ്: ജീവിതം എത്ര ഇടുങ്ങിയതാണെങ്കിലും അവിടെ സ്വപ്നങ്ങൾക്ക് സ്ഥലം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് കഴിയും. ധാരാവിയിൽ മൊത്തം നടന്ന് ക്ഷീണിച്ചെങ്കിലും ഫുഡ് നേടപ്പോഴത്തേക്കും വല്ലാത്തൊരു എനർജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് ഞങ്ങൾ ബാൻഡ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ഇടത്തോട്ടൊരു 4 മിനിറ്റ് നടന്നു കഴിയുമ്പോഴാണ് ലക്കി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. 1938 സെയ്ദ് അലി അക്ബർ എന്ന് പറഞ്ഞ ഒരാൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു മുസ്ലിം സെമിത്തേരി ആയിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ ഖബറുകൾ മാറ്റാതെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹം ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതെന്നാണ് പറയുന്നത്. പുറത്ത് ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് പോയി നോക്കാം എന്നാണ് വിചാരിക്കണേ. അതിൻ്റെ അകത്ത് എന്തായി പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട്, അതായത് അവിടുത്തെ അത് പഴയൊരു ഇറാനിയൻ കഫേയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പുതിയൊരു ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം ലക്കി റെസ്റ്റോറൻറ്റ്. കയറി വന്നപ്പോൾ തന്നെ യാഷ്, MS ധോണി, ആമിർ ഖാൻ, സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേരൊക്കെ എല്ലാം മറ്റേ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക. നോക്കിയപ്പോൾ എന്താ, അവർ വന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് അവരുടെ കമൻസ് എഴുതിയിട്ടുള്ളത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്താണ് ബെസ്റ്റ് എന്ന് അന്വേഷിച്ചപ്പോൾ ഇവരുടെ ചിക്കൻ മട്ടൻ ബിരിയാണികളാണ് ഏറ്റവും കൂടുതൽ സെയിലാകുന്നത്. അപ്പോൾ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഇവിടുത്തെ തന്നെ ഫേമസ് ഡെസേർട്ടായിട്ടുള്ള കാരമൽ കസ്റ്റേർഡും
2 ഇറാനി ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്നും കഴിക്കാം, വയറുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാം. ബിരിയാണി ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പൊതുവെ എനിക്ക് ഡൽഹിയിൽ കിട്ടുന്ന ബിരിയാണികളോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇതെന്തോ മുംബൈ കിട്ടുന്നതാണ്, അങ്ങനെയല്ല, നല്ല ഫ്ലേവർ, അതായത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ മറ്റേ ഖബറിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇറാനി ചായ ചോദിച്ചപ്പം ശരിക്കും ബ്ലാക്ക് ടീ ആണ് തന്നത്. നമുക്കൊരു ടീ ബാഗ് തന്നു, പിന്നെ എൻ്റെ കൂടെ ലെമണും പിന്നെ ഷുഗറിൻ്റെ ഒരു ക്യൂബുമാണ് തന്നത്. പക്ഷെ സർവീസ് എടുത്ത് പറയാനുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ആ ടിഷ്യൂൻ്റെ സാധനം എടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ തന്നെ പിള്ളേരുടെ അടുത്ത് തോന്നുകൊണ്ട് വേണ്ട എന്നിട്ട് പുള്ളി തന്നെ ഇതെല്ലാം മാറ്റി ചായ തന്നു. ബിരിയാണി എല്ലാം നന്നായിട്ട് സെർവ് ചെയ്ത് തന്നു നമുക്ക്. അതായത് നമ്മൾ എല്ലാം എന്താ നല്ലോണം ട്രീറ്റ് ചെയ്യുന്നു നമ്മളെ. അപ്പോൾ ഒരു ഹോട്ടൽ എപ്പോഴും ഐക്കോണിക് ആവുന്നത് എൻ്റെ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഒരു ആംബിയൻസ്, അവരുടെ ഒരു സർവീസ്, പിന്നെ അവിടുത്തെ ഒരു വൃത്തി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്നുള്ളൊരു തോന്നൽ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. നമുക്ക് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. പിന്നെ നമുക്ക് കഴിച്ച് കഴിയുമ്പം അവരിത് ഫുള്ള് ക്ലീൻ ചെയ്ത് കൈ കഴുകുക, നല്ല ചൂട് വെള്ളമൊക്കെ നാരങ്ങയൊക്കെ ഇട്ട ചൂട് വെള്ളം തന്നിട്ടാണ് അവർ നമുക്ക് അടുത്ത ഐറ്റം നമുക്ക് തരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുന്ന ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സാധനം നമുക്കിവിടെ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, കൊള്ളാം. ഇത് ഇറാനി ടീ എന്ന് പറഞ്ഞെങ്കിൽ ഇതിനൊരു കട്ടൻ കാപ്പിയുടെ സുലൈമാനിയുടെ ടേസ്റ്റാണെന്ന് എനിക്ക് സംശയമുണ്ട്. കട്ടൻ ചായ. ഇതാണോ മറ്റേ തിലകം പറയുന്ന കിസ്മത്ത് നിന്നുണ്ട് ബൈസി ടണ്ട. ഇപ്പേ മധുരം ഓവറില്ല അല്ലേ? സാധാരണ സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര മധുരമായിരിക്കും, ഇത് അങ്ങനെയില്ല. ഒരു ക്രീമി മലായ ഫ്ലേവർ. ആ ഫ്ലേവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആപ്രിക്കോട്ടിൻ്റെ ടേസ്റ്റ് വരാം. ആപ്രിക്കോട്ടാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല റോസ് പെറ്റലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, അതിൻ്റെയും അങ്ങനെ ഭയങ്കര രസം. എന്തായിരുന്നു അത്? ബാൻഡ്രയിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്ത് നേരെ പോയത് മന്നത്തിലേക്കാണ്. ഇന്ന് മന്നത്ത് ഒരു ലാൻഡ്മാർക്കാണ്. ദിവസവും ആയിരക്കണക്കിന് ആരാധകർ ഷാറൂഖ് ഖാനെ കാണണമെന്നും ഫോട്ടോ എടുക്കണമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്നു പോകുന്നു. മന്നത്ത് ലാൻഡ് സെന്റ് എന്ന് എഴുതിയിട്ടുള്ള വലിയ നെയിം പ്ലേറ്റ് ഫാൻസിന്റെ ഒരു ഫോട്ടോ പോയിന്റ് ആണ്. മന്നത്തിനോട് ചേർന്നാണ് ബാൻഡ് സ്റ്റാൻഡ്. കടലിനോട് ചേർന്നുള്ള നീണ്ട നടപ്പാത, ഒരുപാട് പഴക്കം ചെന്ന മരങ്ങൾ, നീളമുള്ള ബെഞ്ചുകൾ, ഒത്തിരി സ്ട്രീറ്റ് ഫുഡ്, കഫേകൾ, അങ്ങനെ വൈകുന്നേരം ചെന്നിരിക്കാൻ പറ്റണ നല്ലൊരു സ്ഥലം. ബാൻഡ് സ്റ്റാൻഡ് ഒരു പോഷ് ലീവിംഗ് ഏരിയ ആണെങ്കിലും ഈ കടൽ തീരം ആരെയും വേർതിരിച്ച് കാണുന്നില്ല. പകലന്തിയോളം പണിയെടുത്ത് തളർന്ന് ആ ദിവസത്തിന്റെ മുഴുവൻ ക്ഷീണവും തീർക്കാൻ ഇവിടെ വരുന്നവരുണ്ട്. വിരസമായൊരു ദിവസത്തിനൊടുവിൽ ജോഗിങ്ങിനും മറ്റ് ആക്ടിവിറ്റീസിനും വരുന്നവരും ഉണ്ട്. കിട്ടി അങ്ങനെ. ഇതേ ഇപ്പം ChatGPT ആണല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞാൻ ChatGPTയോട് വെറുതെ ഒരു കഫേയുടെ പേരാണ്, പക്ഷെ ആ പേരിൻ്റെ അകത്ത് തന്നെ ഒരു രസം തോന്നി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റിപ്പോയി. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കുഞ്ഞൊരു വഴി, അതിൻ്റെ ഉള്ളിൽ ഇത്ര അധികം ആൾക്കാർ വന്ന് ക്യൂ നിന്ന് സാധനം മേടിച്ചിട്ട് പോകുന്ന ഒരു കഫേ ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും അറിയണില്ല. പിന്നെ വഴി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞ് നമ്മളോട് തോന്നും. പിന്നെ എന്താ ഒരു കാട് പിടിച്ചൊരു ഏരിയ പോലത്തെ സ്ഥലം, ഇവിടെ ഒന്നും ആരും വരില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ക്യൂ ആണ് അവിടെ ആൾക്കാരുടെ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, സാധനങ്ങൾ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇതുണ്ട്. ഇതിന് ബാക്കിലുള്ള ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് പണ്ടത്തെ അല്ലെങ്കിൽ ഒരു ഹിമാലയൻ ഗ്രാമത്തിലേക്ക് കുറച്ച് വീടുകൾ പോലെ, അല്ലെങ്കിൽ അത്രയും ഒരു എസ്തെറ്റിക് ലുക്കുള്ള ഒരു കട. അത് 9 തൊട്ട് 9 മണി വരെ മാത്രം പ്രവർത്തിക്കുന്ന കടയിൽ പകുതി സാധനങ്ങളും ഇപ്പം ഇല്ല. കാരണം ബ്രെഡ് ഐറ്റംസിൽ ആകെ നമുക്കിപ്പോൾ ക്രോസോൺസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇവരുടെ ആണെങ്കിൽ ദ ഫേമസ് ചിക്കൻ പപ്സ് എനിക്കോട്ട് കിട്ടിയതുമില്ല. അതുകൊണ്ട് ഒരു ചിക്കൻ ബർഗറും ചിക്കൻ റോളും വാങ്ങിച്ച് പിന്നെ ഇത് കുടിക്കാനായിട്ട് ജിഞ്ചർ ലെമണും വാങ്ങി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതാ പാക്കിംഗ് ഒക്കെ ഭയങ്കര രസമാണേ. അത് നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെനു തരും. അത് ഞാൻ മെനുവിനനുസരിച്ച് അകത്ത് പോയി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബില്ല് തരും.
ആ ബില്ലെ ടോക്കൺ നമ്പർ വിളിക്കും, നമ്മൾ സാധനം വാങ്ങിക്കുക, വീട്ടിൽ പോവാം. അത്രേ ഉള്ളൂ പരിപാടി. പണ്ടേ ബസ്സിലൊക്കെ കൊണ്ടുവരില്ല ഇഞ്ചി മിഠായി, അതിൻ്റെ ടേസ്റ്റ്. awesome bro. நாங்கள் 6 வருஷமாக சாப்பிட்டுட்டு இருக்கோம் இங்கே வேற லெவலு. கண்டிப்பாக நீங்களும் வந்து எல்லாம் ட்ரை பண்ணணும். You want to tell something bro? Awesome bro. ഈ ട്രിപ്പ് അവസാനിക്കുമ്പോൾ അങ്ങനെയല്ല, മുംബൈ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ എന്നെ മറ്റെന്താ ഹഠാത് ആകർഷിച്ച സ്ഥലം എന്ന് പറയുന്ന പോലെ മുംബൈയിൽ എനിക്ക് ഭയങ്കര കുറേ മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ വന്നപ്പോൾ വേറെ സ്ഥലത്താണ് വന്നതെന്നുണ്ടെങ്കിൽ പോലും അത് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിറ്റി. കൊൽക്കത്ത പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഴഞ്ഞോ? അയ്യോ അല്ലാണ്ട് വൈകുന്നേരം പെട്ടെന്ന് ക്ഷീണിച്ചു അല്ലേ? അത് ഓൾറെഡി ഉറക്കം അത്ര ശരിയായിട്ടില്ലല്ലോ. ഇന്ന് ഒരുപാട് നേരത്തെ എഴുന്നേറ്റ്. ശരിക്കും 4 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട്. കുറേ ദിവസമായിട്ട് വന്ന പോലെ തോന്നണു അല്ലേ? ശരിക്കും എന്നാ ബുധനാഴ്ച രാത്രി എന്നും പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പം തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ. അലഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഷോപ്പിംഗ് ആണ് ഈ സ്ട്രീറ്റ്. ഞാനിപ്പോ ശ്രദ്ധിച്ചേ ഉള്ളൂ. അതായത് എവിടെ ഞാനോർത്ത് കുറച്ച് സ്ഥലമുള്ളൂ, ശരിക്കും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ട്. അതും എല്ലാം കണ്ടാ മേടിച്ചിട്ട് വരാൻ തോന്നുന്ന പോലത്തത്. പിന്നെ എനിക്ക് നന്നായിട്ട് സംസാരിച്ച് ഇവരോട് ഇങ്ങനെ വില പേശി ഇതാക്കണം. വില പേശണം എന്നുവെച്ചാൽ 350 രൂപ ഞാൻ പറയുന്നത് ഭയങ്കര നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ആ സാധനത്തിനൊക്കെ. അതല്ല, ഒന്ന് ആലോചിക്കുക, ഇത് ഇവര് പറയണത് ഇപ്പൊ ഒരു 400 രൂപ 350 രൂപ പറയാണ് ആ സാധനത്തിന്. നമുക്ക് അപ്പോൾ തോന്നും ഓക്കെ അത് നന്നായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ. അപ്പോൾ ശരിക്കും അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുമ്പോൾ അവർക്കത് എത്ര വില കുറച്ചായിരിക്കും കിട്ടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അത് പറഞ്ഞ് ലാസ്റ്റ് ഒരു 200 രൂപയാക്കി അവരത് തരികയാണ് നമ്മുടെ അടുത്ത് നിന്നുണ്ടെങ്കിൽ എങ്ങനെ വില അവർക്കതൊരു 50 രൂപയ്ക്കെങ്കിലും കിട്ടിയൊരു സാധനമായിരിക്കും. കാരണം അത്രയും ലാഭമുണ്ട് അവർക്ക്. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊളാബയിലൊക്കെ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി അവർ പറയുന്ന പൈസയ്ക്ക് വാങ്ങിക്കാനായിട്ട് ഫോറിനേഴ്സും പിന്നെ കുറേ അല്ലാത്ത ആൾക്കാരും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെന്നിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ അവർ പറയും ഇല്ല അവർക്ക് തരില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാങ്ങിക്കണ്ട, അവർക്ക് വേറെ ആൾക്കാരുണ്ട്. മുംബൈയിലെ ഏറ്റവും 2 കിടിലൻ സ്ഥലമാണ് ബാന്ദ്രയും ഒന്ന് കൊളാബ സൈഡ്. കാരണം ഇവിടെ രണ്ടിടത്തുള്ള സെലിബ്രിറ്റികളും എന്താ പറയുക ആ ഒരു പീക്ക് സാധനങ്ങളെല്ലാം ഇവിടാണ്. എനിക്ക് പക്ഷെ അങ്ങനെ സെലിബ്രിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. അതായത് കൊളാബ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വിക്ടോറിയൻ ബിൽഡിങ്സും അതുപോലെ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് കൊണ്ട് നടക്കണത്. അത് തന്നെ. അതായത് ഇപ്പൊ എത്ര മണിക്കൂർ അതിൽ കൂടെ നടന്നാലും നമുക്ക് നല്ല രസമായിട്ട് തന്നെ തോന്നും. ഇവിടെ നമുക്കത് പറ്റില്ല. ഇവിടെ അങ്ങനെ പറ്റില്ല. പക്ഷെ ബാൻഡ്രയുടെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബീച്ച് സൈഡാണ്. അവിടെ എത്ര നേരം ഇരുന്നാലും സമയം പോവില്ല. എന്നാൽ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ചും കൂടി ഒരു എന്താ പറയുന്നൊരു കെയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി ഒരു അവിടെ പീസ്ഫുൾ ആണെന്ന് പറയുന്നില്ല, പക്ഷെ അവിടെ കുറച്ചും കൂടി ഒരു പോഷ് പോലത്തെ ഒരു സാധനമാണ്. അതായത് ഇപ്പം ആന്റിക് ബിൽഡിങ്ങിൻ്റെ അകത്ത് സ്റ്റാർബക്സ് ഒക്കെ ഇരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു രസം കൊളാബയില്. ഇവിടെ കുറച്ചും കൂടെ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ്. അതെ, സ്ട്രീറ്റ് ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ ബാൻഡ്രയിലാണ്. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. നമ്മളൊരു 350 രൂപ എന്താണ് ഇവിടുന്ന് ഊബർ എടുത്തിട്ട് പോകുമ്പോൾ. ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ 2-3 സ്റ്റോപ്പിൽ എത്താൻ പറ്റും. പക്ഷേ കുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കാരണം 3-4 ദിവസമായിട്ടുള്ള അലച്ചിലാണ്. അപ്പോൾ നമ്മൾ പക്ഷേ കുറേ ഷൂട്ട് ചെയ്തു കേട്ടോ. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സ്ഥലം എനിക്കൊന്നും മുംബൈ ആണെന്ന് തോന്നുന്നു. കാരണം ധോബിഘട്ട്, ധാരാവി, അതുപോലെ തന്നെ ബാന്ദ്ര, കൊളാബ, പൻവേൽ സൈഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നുന്നു. പിന്നെ അവധി ആയതുകൊണ്ട് തന്നെ 3-4 ദിവസം നമുക്ക് ഉണ്ടായതുകൊണ്ട് ഒരാഴ്ചയൊക്കെ സ്പെൻഡ് ചെയ്ത പോലത്തെ ഒരു മൂഡാണ്. പിന്നെ ഇടയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടൊരു കംപ്ലീറ്റ് പാക്കേജായിട്ട് തോന്നി. പിന്നെ ഞാൻ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ, ഞാനെന്നല്ല ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതായത് എങ്ങനെയാണ് ഇതിനകത്തൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പം നമുക്ക് നല്ല രീതിയിൽ വരും, ചിലപ്പോൾ അത് ഭയങ്കര മോശമായിട്ട് വരും. ഇപ്പം ഞാനവിടെ ആ ഫുഡിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം
ഒരാളെൻ്റെ അടുത്ത് എന്താ പറയണേ, ഇതെടുക്കാൻ പാടില്ല, ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. അതുപോലെ തന്നെ വഴിയിൽ വെച്ച് ഇങ്ങനെ ക്രൗഡിൻ്റെ നമുക്ക് അറിയില്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് തന്നെ എല്ലാ ഷോട്ടും എന്താ പറയുന്നത് അത് നന്നാവും ഇത് നന്നാവും എന്ന് എടുക്കുന്നതായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല. അപ്പം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇന്ത്യക്കാരല്ല ഫോറിനേഴ്സാണ്, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരാൾ എന്നെ ഒരു ഫോറിനർ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞായിരിക്കും കുഴപ്പമൊന്നുമില്ല, അത് കാര്യമൊന്നുമില്ല, ഞങ്ങൾ എടുക്കുന്നില്ല, അപ്പം നിങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റും, ഡോണ്ട് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ പുറത്തിറങ്ങിയപ്പോഴാണ് 2 പയ്യന്മാർ നിങ്ങൾ മലയാളികളാണോ വ്ളോഗ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു. അവരുമായിട്ട് പരിചയപ്പെട്ടു, അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു സന്തോഷം. ഇതിങ്ങനെ എന്താ പറയണേ, ഇങ്ങനെ കയറി ഇറങ്ങി വരും. ചിലപ്പം നല്ല രീതിയിൽ പോകും. ചില ആൾക്കാർ കടയിലകത്ത് വിളിച്ച് കയറ്റിയെടുത്തോ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സാണോ എന്താ ചെയ്തോ, എല്ലാം എടുത്തോ, ഞങ്ങൾ പറഞ്ഞുതരാമെന്ന് പറയും. ചിലർ വേണ്ടാന്ന് പറയും. അപ്പോൾ ചില സമയത്ത് നമുക്കത് കുറച്ച് വിഷമം ഉണ്ടാക്കും. അതായത് പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് അത് പോവില്ല. പിന്നെ നമ്മളുടെ ഇടയിലും എപ്പോഴും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ രണ്ടുപേരും ഒരുപാട് എഫേർട്ട് എടുത്ത് ഇതിനെ എഡിറ്റ് ചെയ്ത്, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത്ര പേര് കണ്ടില്ല കാണുന്നുള്ളതെന്നല്ല, ഇത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കും പിന്നെ നമ്മൾക്കും കുറച്ച് കഴിയുമ്പോൾ ഇതൊരു മെമ്മറി ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. അതായത് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്ത് കളയാതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഇതിലാണ് തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞോളൂ. മറ്റേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയല്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കെപ്പോഴും ഇഷ്ടമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ. കാരണം അത് പറയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ വീഡിയോ കണ്ടിട്ട് നല്ലത് പറയാറുണ്ട്. ചില ആൾക്കാർ പറയും അത് ശരിക്കും ഫുൾ വോയിസ് ഓവർ ആയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ അത് ഫുൾ ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രമാകുമ്പോൾ രസമില്ല കേട്ടോ. അങ്ങനെയുള്ള ഓരോ കമൻറ്റ്സ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ മധുരയുടെ വ്ളോഗ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് അതാണെന്ന് തോന്നുന്നു. അതിന്റെ കമന്റ് സെക്ഷനൊക്കെ ഞാൻ ഇടയ്ക്ക് വെറുതെ പോയിരുന്നു വായിക്കും. കാരണം ഭയങ്കര ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മധുരയിൽ പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, ഈ വ്ളോഗിനെയാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ മധുരയിൽ വന്ന് എന്ത് ചെയ്യണ്ട എല്ലാം അതിലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇപ്പം മുംബൈയിലാണെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ മാത്രമല്ല, അവിടെ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം, അത് എങ്ങനെയൊക്കെ കാണാം, അതിന് ഏകദേശം എന്ത് ചിലവൊക്കെ വരും, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലം എന്താ ഇപ്പോൾ ഒരു കഫേ ആണെങ്കിലോ റെസ്റ്റോറൻറ്റ് ആണെങ്കിലോ പോയി ട്രൈ ചെയ്തിട്ട് മറ്റേ ഹൈപ്പ് കാരണമായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ അത് കൊള്ളാൻ ചീത്തയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ പോയി കഴിക്കുന്നതിനകത്തോട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ഈ ഭാഗം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നന്നാക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും നന്നാക്കാം. നന്നായിട്ടുള്ളതുണ്ടെങ്കിൽ പറയാം, ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്. അത് ആദ്യം അതുപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും നമുക്ക് അറിയുന്ന ആൾക്കാർ, അമ്മ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കസിൻസ്, അങ്ങനെയുള്ള ആൾക്കാരാണ് കമന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് അറിയാത്ത, അപ്പൊ നമുക്ക് യൂട്യൂബിൽ കമന്റ് ആണ് പോകും ഇത് അമ്മയാണ്, അല്ലെങ്കിൽ ഇത് ഇതിന്റെ ആളാണ് അറിയാം. പക്ഷെ പിന്നെ നമുക്ക് അറിയില്ലാത്ത ആൾക്കാർ പോലും ഓരോന്ന് പറയുന്നു, നമ്മളുടെ അടുത്ത് നിങ്ങളുടെ സജഷൻസ് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റയിലൊക്കെ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോവാണ്, അപ്പം എവിടെയൊക്കെ പോവാം, അല്ലെങ്കിൽ ഏകദേശം എത്ര റേറ്റ് ആകുമ്പോൾ ഞാൻ എനിക്കങ്ങ് വയ്യ, അത്ര സന്തോഷമാണ് എനിക്കത്. അപ്പോൾ എന്താ പറയാനുള്ളത്, ഞങ്ങളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും അതൊക്കെ അയച്ചു കൊടുക്കണം. ഇത് ഇഷ്ടമാണെന്ന് തോന്നുന്നവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. പിന്നെന്താണ്, അപ്പോൾ മുംബൈയിലെ ഒരു 4 ദിവസത്തെ ഞങ്ങളുടെ പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും ഡൽഹി മാർക്കറ്റ് സീരീസിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.